പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്റ്റാർട്ടർ മോട്ടർ അഴിച്ചതിന് ശേഷം ഈ മോട്ടർ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കെല്ലാം ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതായിരിക്കും. ഈ ബ്രഷ് യൂണിറ്റ് എങ്ങനെ നമുക്ക് ആർമേച്ചറിൽ ഇടാമെന്ന് നോക്കാം. ഈ ബ്രഷ് ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്കത് തള്ളിപ്പിടിച്ച് ഒരിക്കലും ഇത് 4 ഉണ്ട്, 4 ഈക്വലായിട്ട് പുറത്തോട്ട് തള്ളിയാൽ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് അങ്ങനെ ഒരു മെത്തേഡിൽ ഇത് എങ്ങനെ ഇടാൻ നോക്കാം. യൂട്യൂബിൽ ചില വീഡിയോസിൽ ഇതിങ്ങനെ തള്ളി വെച്ചതിന് ശേഷം അതേ തന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ 4 ബ്രഷുകൾ വരുന്നതിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് എടുക്കേണ്ടത് ചെറിയ ഒരു പീസുകളാണ്. ഇത്തരത്തിലുള്ള കുറച്ച് പീസുകൾ നമ്മൾ എടുക്കണം, മെറ്റലിൻ്റെ പീസുകൾ, കുറച്ച് ബലമുള്ളത്. ഞാനിപ്പം ഇത് അലുമിനിയം ഷീറ്റിൻ്റെ ചെറിയ പീസുകളാണ്. അതിനുശേഷം ഈ ബ്രഷ് ഇതിനകത്തോട്ട് തള്ളി കയറ്റിയതിന് ശേഷം നല്ലപോലെ പിടിച്ചതിന് ശേഷം ഇതെങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഭാഗത്തായിട്ട് ഒരു പീസ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇതിന് പ്രത്യേകിച്ച് ടൂളുകളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, നമ്മളിങ്ങനെ തന്നെ ഇടേണ്ടതായിട്ട് വരും. ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റുക, ഇങ്ങനെ വിടുക. ഇനി ഇതിങ്ങോട്ട് തള്ളിപ്പോരത്തില്ല. ഈ സ്പ്രിങ്, ഈ ടെൻഷനർ ഇവിടെ ഇങ്ങനെ ഇരുന്നോളും. അതങ്ങനെ ടെൻഷനായിട്ട് നമ്മൾക്കിങ്ങനെ ഓരോന്നും നമ്മൾക്ക് ഇടാം, ഓരോ ഭാഗങ്ങൾ. ഇത് 4 ഉണ്ട്. ഇനി നമുക്ക് ഇതിടാം. ഇതിലും പുതിയ ബ്രഷാണെങ്കിൽ ഇതിലും കുറച്ചും കൂടി നീളം കാണത്തുള്ളൂ. ഇതിന് ഒരുപാട് തേഞ്ഞ് തീരാനുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഇതുണ്ടോ, ഈ കോപ്പർ വയർ വന്ന് ജോയിൻ ചെയ്യുന്ന ഇത്രത്തോളം തീരാനുണ്ട്. ഇതിന് നമ്മൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഒരു 70% കൂടുതലുണ്ട് ഇനി തീരാനായിട്ട്. ഇതൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഈ യൂണിറ്റ് നിങ്ങൾക്ക് മാത്രമായിട്ട് മാറ്റാൻ കിട്ടും. ബ്രഷ് യൂണിറ്റ് നല്ല വിലയാണ്, 800 രൂപയാണ് അതിന്. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാർബൺ ബ്രഷിന് നല്ല വിലയുണ്ടാവും. ഇത് നമ്മൾക്ക് ആ രീതിയിൽ തന്നെ ഈ സ്പ്രിങ് നമുക്ക് ഇവിടെ നിന്ന് പിടിച്ച് വെക്കാം. ഇതുണ്ടോ, ഇങ്ങനെ പിടിച്ചിങ്ങനെ വെക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോളും, പിന്നെ അത് തള്ളി വരത്തില്ല. അതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്നും ഇടാം. ഇത് എല്ലാം ഞാനിപ്പോൾ എല്ലാ ബ്രഷുകളും ഇങ്ങനെ തള്ളി ഇരിക്കാൻ പാകത്തിന് ഇവിടെ എല്ലാം നമ്മൾ ഓരോ മെറ്റൽ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ടാറ്റ നാനോയുടെയാണ്, TVSൻ്റെ മോട്ടറാണ്. മിക്കവാറും എല്ലാ വണ്ടികൾക്കും, എല്ലാ സെൽഫുള്ള എല്ലാ മോട്ടേഴ്സും ഇതേ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഇതേ ഒരു മെത്തേഡ് തന്നെയായിരിക്കും എല്ലാത്തിനും. ബ്രഷുണ്ട്, ആർമേച്ചർ യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ സോളിനോയിഡ് സ്വിച്ച് ഉണ്ട്, മറ്റേ ബെൻഡക്സും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇത് അഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മോട്ടറാണ് പോയിരിക്കുന്നത് എന്ന് കൺഫേം ആയതിനു ശേഷം നിങ്ങൾക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. മിക്കവാറും ബ്രഷൊക്കെ പോയതായിരിക്കും, ബ്രഷ് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ സോളിനോയിഡിൻ്റെ പ്രശ്നമായിരിക്കും. ബ്രഷ് ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ബ്രഷ് മാത്രം മാറ്റിച്ചാൽ മതി. ഈ യൂണിറ്റ് മൊത്തമാണെങ്കിൽ 3500, ചിലപ്പോൾ 5 രൂപയ്ക്ക് വരെ ചിലവ് വരും. ബ്രഷ് മാത്രം മാറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ 800 രൂപ താഴെ ആകത്തുള്ളൂ. ഇത് നോക്കുക, ആർമേച്ചറൊക്കെ നല്ല രീതിയിൽ, ഇവിടെയൊക്കെ കരി ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്തെടുക്കുക. പിന്നെ ഓരോന്നും ഇത് കത്തിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിന് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ചെറിയ ചെറിയ കുഴികൾ വീണിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇതിന് കണ്ടോ, ഇതിന് ഇത്രയും തിക്നെസ് ഉണ്ട്, നല്ല തിക്നെസ്സുള്ള കോപ്പറാണ്. പിന്നെ മൊത്തത്തിലൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുക എവിടെയെങ്കിലും. ഇതൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള കമ്പികളൊക്കെയാണ്. പിന്നെ ഈ ആർമേച്ചർ കോയിൽ നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഏതാ പോയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ മാറ്റിക്കൊള്ളുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനകത്തോട്ട് ഇടാൻ പറ്റും. ഇതുണ്ടോ, ഇനി നമ്മൾക്ക് ഇത് ഇട്ടതിന് ശേഷം ഇത് ഓരോന്നോരോന്ന് ഊരിയെടുക്കാവുന്നതാണ്. ഞാനിത് ഒന്ന് ഗ്രീസൊക്കെ ഇടണം ഇതിൻ്റെ അകത്ത് ഗ്രീസും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ക്യാപ്പ് ഇടുക. ക്യാപ്പ് ഇട്ടതിന് ശേഷം ഇതിങ്ങനെ പ്ലേസ് ചെയ്യുക. എങ്ങനെയാണ് ഊരിയെടുത്തത് അതേ രീതിയിൽ തന്നെ ഇട്ടിട്ടതിന് ശേഷം എല്ലാം തിരിച്ച് അസംബിൾ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. വളരെ സിമ്പിളാണ്, ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന പണികളൊക്കെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് പ്രോബ്ലമൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ സ്റ്റാർട്ടർ മോട്ടർ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും.